നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ബ്ലോക്ക് 4 ദേശീയ പ്രസ്ഥാനം കേരള മാതൃക ആഗോളീകരണം എന്നുള്ളതിലെ യൂണിറ്റ് 3 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കേരള മന്ത്രിസഭയെ കുറിച്ചിട്ടും ആദ്യത്തെ മന്ത്രിസഭയെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ പറയുന്നത് കേരള നിയമ നിർമ്മാണ സഭയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. 1957 ഏപ്രിൽ 5 പ്രസിഡന്റ് ഭരണം അവസാനിക്കുകയും EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവർണർ ആ ഒരു മന്ത്രിസഭയിൽ 11 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് B രാമകൃഷ്ണ റാവു ആയിരുന്നു. അതുപോലെ സ്പീക്കർ ഉണ്ടായിരുന്നത് K ശങ്കരനാരായണൻ തമ്പി ആയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷ ബായി ആയിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോയുമായിരുന്നു. ഇനി 15 അംഗ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് C അച്യുതനായിരുന്നു. തൊഴിൽ ഗതാഗതം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് TV തോമസ് ആയിരുന്നു. വനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് KC ജോർജ് ആയിരുന്നു. വ്യവസായം കൈകാര്യം ചെയ്തിരുന്നത് KP ഗോപാലൻ ആയിരുന്നു. പൊതുമരാമത്ത് കൈകാര്യം ചെയ്തിരുന്നത് TA മജീദ് ആയിരുന്നു. TK ചാത്തനായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സൈസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് KK ഗൗരിയമ്മയായിരുന്നു. ആഭ്യന്തരം, നിയമം, വൈദ്യുതി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് VK കൃഷ്ണനായരായിരുന്നു. അതുപോലെ ആരോഗ്യ മേഖല കൈകാര്യം ചെയ്തിരുന്നത് AR മേനോനുമായിരുന്നു. ഇതായിരുന്നു ആ 11 അംഗ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാര് എന്ന് പറയുന്നത്. അധികകാലമൊന്നും ഈ ഒരു മന്ത്രിസഭ നിലനിന്നിട്ടില്ല. വിമോചന സമരത്തെ തുടർന്നിട്ട് 1959 ജൂലൈ 31 ഭരണഘടനയിലെ 365 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി നിയമം വീണ്ടും നിലവിൽ വരികയായിരുന്നു. ഈ ഒരു മന്ത്രിസഭയെ പിരിച്ചുവിട്ട ശേഷം വീണ്ടും രാഷ്ട്രപതി ഭരണമാണ് നിലവിൽ വന്നത്. ഇനി കാർഷിക പരിഷ്കരണ ബില്ലും അതിന്റെ പരിമിതികളുമാണ് അടുത്തായിട്ട് പറയുന്നത്. 1957 EMS മന്ത്രിസഭയില് പുതിയ നിയമങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദ കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് 1957 അഥവാ ഒഴിപ്പിക്കൽ നിരോധന നിയമം എന്നുള്ളതാണ്. എന്ന് വെച്ചാല് ജന്മിമാര് അവിടെയുള്ള തൊഴിലാളികളെ എല്ലാം കർഷകരെ എല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് ഭൂമി സ്വന്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുടിയന്മാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1896 ജന്മി കുടിയാൻ റെഗുലേഷൻ കുടിയാന് സ്ഥിരാവകാശം നൽകിക്കൊണ്ടുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നത്. ഇതിന് പുറമെ ഒട്ടനവധി നിയമങ്ങൾ വീണ്ടും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. മലബാറിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമവും ഇതിനെ തുടർന്നിട്ടാണ് നിലവിൽ വരുന്നത്. വിമോചന സമരത്തെ തുടർന്ന് 1959 മന്ത്രിസഭ പിരിച്ചുവിട്ട ശേഷം രാഷ്ട്രപതി ഭരണമാണ് പിന്നീട് നിലവിൽ വന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 1963 രൂപീകൃതമായിട്ടുള്ള നിയമം നിലവിൽ വന്ന് ചില ന്യൂനതകൾ ഇതിനുണ്ടായിരുന്നു. ഈ ഒരു നിയമത്തിനും ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വരുന്നത് 1963 ഇതിന്റെ ഫലമായിട്ടാണ് കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം ലഭിക്കുന്നത്. 1972 ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1974 കേരള കാർഷിക തൊഴിലാളി നിയമം പ്രാതിനിധ്യത്തിൽ വരുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടാണ് പ്രാതിനിധ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. വിമോചക സമരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1959 EMS നമ്പൂതിരിപ്പാട് EMS മന്ത്രിസഭയില് മന്ത്രിസഭക്കെതിരെയാണ് ഈ ഒരു വിമോചന സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. NSS നേതാവായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ നായരുടെ നേതൃത്വത്തില് ആയിരുന്നു ഈ ഒരു പ്രക്ഷോഭങ്ങൾക്ക് വിമോചന സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ജൂൺ 12 തീയതി ആയിരുന്നു ഈ ഒരു പ്രക്ഷോഭം പ്രധാനമായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം തന്നെ ഈ ഒരു പ്രക്ഷോഭത്തിൽ ഭാഗമാവുകയും ചെയ്തിരുന്നു.
പ്രധാനമായിട്ടും ഈ ഒരു സമരത്തിനിടക്ക് പോലീസുകാര് ഒരു വെടിവെപ്പ് നടത്തി 15 ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഈ ഒരു സംഭവത്തെ തുടർന്നിട്ടാണ് സമരം ശക്തമാവുകയും ഈ ഒരു ഈ ഒരു നിയമസഭ പിരിച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1959 ജൂൺ 31 രാഷ്ട്രപതി ഭരണം വീണ്ടും നിലവിൽ വരുന്നത്. ഇനി മിച്ചഭൂമി പ്രക്ഷോഭമാണ് പറയാനുള്ളത്. 1970 EKGയുടെ നേതൃത്വത്തിൽ ആണ് മിച്ചഭൂമി പ്രക്ഷോഭം തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം രാജകൊട്ടാരം കൈയടക്കി ആണ് ഈ ഒരു പ്രക്ഷോഭം തുടക്കം കുറിക്കുന്നത്. അവര് അവിടെ ഉണ്ടായിരുന്ന ഭൂസ്വത്തുകളെല്ലാം കണ്ടുകെട്ടുകയും അതെല്ലാം വിതരണം ചെയ്യുകയൊക്കെയാണ് ഈ ഒരു മിച്ചഭൂമി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മന്ത്രിസഭകള്, മുഖ്യമന്ത്രിമാര്, നമുക്ക് കേരളത്തിൽ വന്നിട്ടുള്ള മന്ത്രിസഭകളെയും മുഖ്യമന്ത്രിമാരെയും കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് 15ാമത്തെ സർക്കാരാണ്. നമ്മുടെ നിയമസഭയുടെ 15ാമത്തെ നിയമസഭയുടെ ഭാഗമായിട്ടുള്ളവരാണ്. പട്ടം താണുപിള്ള, R ശങ്കർ, C അച്യുതമേനോന്, കരുണാകരന്, AK നായനാര്, PK വസുദേവന്, CH മുഹമ്മദ് കോയ, K നായനാര്, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ എന്നിങ്ങനെ തുടങ്ങി ഉള്ള ആളുകളെല്ലാം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഇതിൽ EMS നമ്പൂതിരിപ്പാട്, K കരുണാകരന്, AK ആന്റണി, അച്യുതാനന്ദൻ, അതുപോലെ PK നായനാര്, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ എന്നുള്ളവരാണ് ഇതിൽ ഒന്നിലധികം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കുറവാണ് വർഗീയ കലാപങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഴിമതിയുടെയും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവ് കാണുന്നത്. ഇനി അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1975 ജൂൺ 25 അർദ്ധരാത്രിയോടെയാണ് ഭരണഘടനയുടെ 352 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ജനാധിപത്യം പൂർണ്ണമായും നിശ്ചലമായ ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ഏതാണ്ട് 21 മാസക്കാലമാണ് ഈ അടിയന്തരാവസ്ഥ തുടരുന്നത്. അതിനുശേഷം 1977 മാർച്ച് 23 ഇത് അവസാനിക്കുന്നത്. ആദ്യം ഇതിനെ അനുകൂലിച്ച് പറഞ്ഞിരുന്നവർ പോലും പിന്നീട് ഇതിനെ തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും ജനാധിപത്യം നിലച്ചുപോയ ഒരു സമയമായിരുന്നു ഇത് എന്ന് പറയുന്നത്. ഇനി ഗൾഫ് കുടിയേറ്റമാണ് പറയാനുള്ളത്. കേരള വികസനത്തിന് വളരെ വലിയ സംഭാവന ചെയ്ത ഒന്നായിരുന്നു ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഗൾഫിൽ സുലഭമായിട്ടുണ്ടായിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, പെട്രോളിയത്തിന്റെ ഒക്കെ ഡിമാൻഡ് കൂടിയതാണ് കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ ഉണ്ടായിരുന്ന കാരണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിലും പ്രവാസികളുടെ സ്വാധീനം, കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസികളുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തിയതും ഈ ഒരു ഗൾഫ് കുടിയേറ്റം തന്നെയായിരുന്നു. ഇനി കേരള മോഡൽ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായിട്ട് ചെറിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്നിരുന്നാലും മറ്റ് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ കേരളം എന്നും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അതാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ മതവൽക്കരണമാണ് ഇനി പറയാനുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ മതത്തിന്റെ പേരിൽ പലതരത്തിലുള്ള കലാപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ കലാപങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ കേരളത്തിൽ അത്രയും അധികം ഒന്നും കാണാറില്ല. എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള മതേതരത്വത്തിന് നിരക്കാത്ത രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുതിയൊരു മതസങ്കുചിത ബോധം ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നവയാഥാസ്ഥികത്വവും അതുപോലെ ജാതിബോധവുമാണ് പറയാനുള്ളത്. നവോത്ഥാനം ഉയ്തുമറിച്ച നാടാണ് കേരളം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആ ഒരു കേരളം ഇന്ന് യാഥാസ്ഥികത്വവും ജാതി മത വിശ്വാസങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളും നടക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ജാതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ചെറിയ ചായ്വിലേക്ക് കേരളവും കടന്നു പോകുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മത വികാരത്തെ
പഠനത്തെ കുറിച്ചിട്ടുള്ള ചെറിയ മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. അപ്പോ ശരി, നമുക്ക് അടുത്ത യൂണിറ്റിൽ കാണാം.